ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുട്രാലം വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ഉള്ളിൽ എൻട്രി ആകുന്നതിന് മുമ്പ് തന്നെ ഒരു ടീ അടിച്ചിട്ട് പോകാമെന്ന് കരുതി ഒരുപാട് സ്നാക്സും കാര്യങ്ങളും ഉണ്ട്. കോളിഫ്ലവർ പക്കോട വാങ്ങിച്ചു, ഒരു നല്ല അടിപൊളി ടീ കുടിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ അകത്തോട്ട് വന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. വീക്കെൻഡും കാര്യങ്ങളും കൂടി ആയിരുന്നെങ്കിലും കുഴപ്പമില്ല, പക്ഷേ വീക്ക് ഡേയ്സിലും ഇങ്ങനെ തിരക്കുകൾ, വർക്കിംഗ് ഡേയ്സിൽ ഇത്രയും കൂട്ടം വരുമോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്തായാലും ഞാൻ ഉള്ളിൽ വന്ന് കഴിച്ചൊക്കെ കഴിഞ്ഞു, ഒന്ന് ആസ്വദിക്കാൻ തുടങ്ങി. കുളിക്കാനുള്ള ഒരു പ്ലാനും തന്നെ എനിക്കില്ല. ഒന്നാമതേ വെറുതെ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുക, കുറച്ച് വീഡിയോസ് എടുക്കുക, ടൈം സ്പെൻഡ് ചെയ്യുക, നല്ല എൻജോയ്മെൻറ്റും കാര്യങ്ങളും ആയിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. ആ വെള്ളം ചാടുന്ന കാണുമ്പോൾ തന്നെ എനിക്കെന്തോ ഒരു ടെൻഷനാണ് ആക്ച്വലി, ഒഴുക്കിൽപ്പെട്ട് പോകുമെന്ന്. പക്ഷേ ഒഴുക്കിൽപ്പെട്ട് പോകാതിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടോ, മഴവില്ല് കണ്ടോ? മഴവില്ല് ഇങ്ങനെ ഞാൻ ക്യാമറയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഈ വീഡിയോ ഓൺ ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല അത്യാവശ്യം ക്ലിയർ ആകുന്ന രീതിയിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾക്കും കാണുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ വന്നത് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ എനിക്ക് വയസ്സ് 12 വീണ്ടും 16 വർഷങ്ങൾക്ക് ശേഷം ഞാനിവിടെ വന്നേക്കുകയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഇവിടെയൊക്കെ ഇഷ്ടപ്പെട്ടു. ഇനി ഒരു പ്രാവശ്യം കൂടി വരണം, കുളിക്കാൻ കണക്കായിട്ട് വരണമെന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കയറി. പക്ഷേ ഇവിടെ മഴ ടൈം ആയതുകൊണ്ട് ചിൽഡ്രൻസ് പാർക്കെന്ന് പറയാം, പക്ഷേ ചിൽഡ്രൻസിന് കളിക്കാൻ പറ്റിയ സാധനങ്ങളൊന്നും അവിടെ ഇല്ല. കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് ഒന്ന് ആസ്വദിച്ചു, വീഡിയോസൊക്കെ പിടിച്ചു. ഇത് ആരാണ് കിടക്കുന്നത്? സുന്ദര കുട്ടപ്പൻ. അങ്ങനെ അതിനെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ച് പോകാനുള്ള പുറപ്പാടാണ്. അപ്പോൾ എന്തായാലും ഒരു റെസ്റ്റോറൻറ്റിൽ വന്നു ഫുഡ് കഴിച്ചിട്ട് പോകാമല്ലോ എന്ന് കരുതി. അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ ആംബിയൻസും ഇതിൻ്റെ ഇൻറ്റീരിയലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോകണം. നല്ല ടയേർഡുണ്ട്. ഒരു പഴയ കാലത്ത് മ്യൂസിക് സിസ്റ്റം പോലെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അത്യാവശ്യം വിശപ്പിനുള്ളതൊക്കെ വാങ്ങി കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ വീഡിയോ എടുക്കണമല്ലോ അതിൻ്റെ ഇടയിൽ. ഇത് നോക്കി ചെണ്ടമേളവും നമ്മളോ എന്തൊക്കെയോ ഉണ്ട്, വായിൽ വരുന്നില്ല. അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ച് ഫ്രഷായി. അപ്പോൾ എന്തായാലും ഞാൻ ഉറങ്ങാൻ പോകുകയാണ്. ഇനി ഇതുപോലത്തെ ഒരുപാട് വീഡിയോകൾ ഞാൻ ഇട്ട് തരാം. അപ്പോൾ എന്തായാലും ബൈ ബൈ, ഗുഡ് നൈറ്റ്.